ഹലോ നമസ്കാരം ഗായ്സ്, ഞാൻ അമ്മാസ് ചാനലിൽ നിന്നാണ്. ഞാൻ ഇതിനു മുന്നേ 2 അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, ഇന്ന് ഞാൻ വന്നിരിക്കുകയാണ് മൂന്നാമത്തെ അൺബോക്സിങ്. ഒരു ബുക്കാണ് ഇത്. ഒരു വർഷം മുന്നേ നമ്മുടെ ആക്ട്രസ് ലെനയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടിരുന്നു. അന്ന് അത് ഇംഗ്ലീഷായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ അത് മലയാളത്തിൽ വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പം മലയാളത്തിൽ വന്നു ഗൈസ്. അപ്പം ഞാൻ മലയാളം വന്നപ്പം ഈ കുറച്ച് ദിവസം 8-15 ദിവസമായെന്ന് തോന്നുന്നു, ആ ഇൻ്റർവ്യൂ ഞാൻ കേട്ടു ഗൈസ്. ആ ഇൻ്റർവ്യൂ കേട്ടു. അപ്പം തൊട്ട് ചേട്ടനോട് എനിക്ക് കൊണ്ട് താ, എനിക്ക് മേടിച്ച കാരണം ഞാനിത് കാത്തിരിക്കുകയായിരുന്നു മലയാളം. ഓക്കെ, അങ്ങനെ ചേട്ടൻ ഇതിൽ നോക്കി, ആമസോണിലൊക്കെ നോക്കി, എവിടുന്നോ പിന്നെ നാട്ടിൽ തന്നെ വരുത്തി. ഒരുപാട് രൂപയൊന്നുമില്ല, കുറച്ച് പൈസയേ ഉള്ളൂ, കുറച്ച് പേജേ ഉള്ളൂ, 159 പേജേ ഉള്ളൂ. എല്ലാം വിട്ടിട്ട്, മുന്നറിയിപ്പ്, ആമുഖം അതൊക്കെ വിട്ടിട്ട്. ഇത് നമ്മുടെ ആക്ട്രസ് ലെനയുടെ ബുക്കാണ്. അപ്പം ബുക്കിൻ്റെ പേര് ആത്മകഥ, ദൈവത്തിൻ്റെ ആത്മകഥ. ഓക്കെ, കാണാമോ? ദൈവത്തിൻ്റെ ആത്മകഥ. ഇത് ശരിക്കും സ്പിരിച്വലായിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം സ്പിരിച്വലായിട്ടുള്ളതൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ കുഞ്ഞുനാളിലെ തൊട്ട് ദൈവത്തിൻ്റെയും അങ്ങനെ ഈ സ്വാമിമാർ പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം സ്വാമിയാണോ എന്നല്ല, നമ്മുടെ സ്വന്തം ആക്ട്രസ് ലെനയുടെ അദ്ദേഹത്തിൻ്റെ ബോധത്തിൽ വന്ന ആണ് ഇത്. ഓക്കെ, അപ്പം ഇതെന്താണ് ഈ ബുക്ക് എന്നുള്ളത് എനിക്കറിയാം. ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് എന്താണെന്നൊരു ഊഹം അല്ലേ? ഒരിത്. അപ്പം ഞാനിത് പേടിച്ചു വായിക്കാൻ വേണ്ടി. വായന തുടങ്ങും ഇപ്പം. എത്ര ദിവസമായി ഞാൻ ഇത് കാത്തിരുന്നു. ഒരു വർഷം മുന്നേ മലയാളം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കാത്തിരുന്നു. ലെനയുടെ തല ഏത് ഇൻ്റർവ്യൂവിൽ കണ്ടോ ആ ഇൻ്റർവ്യൂ എല്ലാം കാണും ഞാൻ. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കും, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ലെന സംസാരിക്കുന്ന എല്ലാം എനിക്കിഷ്ടമാണ്, ഞാനത് കേൾക്കും. അപ്പം ദൈവത്തിൻ്റെ ആത്മകഥ ഇത് ഇംഗ്ലീഷിലുമുണ്ട്. ഞാനത് ഹിന്ദിയിൽ പിടിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് എൻ്റെ കൂട്ടുകാരികളൊക്കെ ഇവിടെ ഹിന്ദിക്കാർ കാണുന്നെങ്കിൽ കാണട്ടെ എന്ന് ചൊല്ലി. നമ്മൾ കാരണം ഒരു ആർക്കെങ്കിലും ഈ വേറെ തോട്ട്സിൽ നിന്ന് നെഗറ്റീവ് തോട്ട്സൊക്കെ നമ്മൾക്ക് ചിന്തിക്കുന്ന പോലും, എന്നെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഇത് ഈ ലെന പറയുന്ന അനുസരിച്ച് ചിന്തിക്കുന്നത് ഞാൻ വിചാരിക്കും, അയ്യോ എന്തെങ്കിലും പൊട്ട ബുദ്ധിയിൽ എന്തെങ്കിലും ചിന്തിച്ചോ അങ്ങനെ ആവുമോ അങ്ങനെയൊക്കെ. അപ്പോൾ ലെന പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സെന്താ, എല്ലാം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല അറിവൊന്നും വിവരമൊന്നും ഇല്ലാത്ത, ബുദ്ധിയില്ലാതെ ഞാൻ ഇത് വായിക്കുമ്പോൾ എനിക്കൊരു ബോധോദയം ഉണ്ടാവുമല്ലോ എന്ന് ചൊല്ലി ഞാനിത് മേടിച്ചത് ഗൈസ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇഷ്ടമുള്ളൊരു സ്പിരിച്വലായിട്ട് ഇഷ്ടമുള്ളവർ ഈ ബുക്ക് വാങ്ങിക്കുക, വായിക്കുക. ഇഷ്ടപ്പെട്ടവരൊക്കെ, ലെനയും പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ടവർ വായിക്കുക അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നു അങ്ങനെയൊക്കെ അവരവർ ഇഷ്ടമല്ലേ, അവരവർ ഇഷ്ടം അനുസരിച്ച് എല്ലാവരും ഇഷ്ടപ്പെട്ടവർ വാങ്ങിക്കുക കേട്ടോ. ഇത് വായിക്കുക, നമുക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റമുണ്ടാകും. ഒരു എന്താ പറയുക, നമ്മുടെ ചിന്താഗതിയിലൊരു മാറ്റം ഉണ്ടാകും. അപ്പം ഞാനിത് വായിക്കാൻ തുടങ്ങുകയാണ്. വായിച്ചു കഴിയുമ്പോൾ ഞാൻ പറയാം, എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്കുണ്ടായ ഫീലിങ്സ് ഞാൻ പറഞ്ഞിരിക്കും. അത് 100% നല്ലതാണ്, അതെനിക്കറിയാം. എനിക്ക് ഏകദേശം ലെന മാഡം പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇതെന്താണെന്ന്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് മനസ്സിലായി എന്താണെന്ന്. ഞാൻ വായിക്കാൻ തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അവതാരിക എഴുതിയിട്ടുണ്ട് മോഹൻലാൽ, നമ്മളുടെ മോഹൻലാൽ. അപ്പോൾ അതാണ്. അത് തൊട്ട് ഞാനെല്ലാം വായിച്ചിട്ട് നിങ്ങളോട് ഇതിൻ്റെ ഫീഡ്ബാക്ക്, എൻ്റെ അനുഭവം ഞാൻ പറയാം. 100% അല്ല, അതിലും കൂടുതൽ ശതമാനം എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് മേടിച്ചത്. നിങ്ങളും മേടിക്കുക, വാങ്ങിക്കുക. കുറച്ചല്ലേ ഉള്ളൂ ഈ ബുക്ക്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പ്ലീസ്, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കേക്ക് ഒരാളെങ്കിലും കേട്ടിത് വായിച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഒരു സന്തോഷം ഉണ്ടാകും. നമ്മൾ നിമിത്തം അവരുടെ ചിന്താഗതി മാറുമല്ലോ എന്ന് ഓർത്തിട്ട്. ചിലപ്പോൾ പറയില്ല നമ്മളൊരു കച്ചിത്തുരുമ്പ് മതി എന്നൊക്കെ, അതാണ് അതേപോലെ ഇതും ഈ ബുക്കും. എനിക്ക് കേട്ടപ്പോൾ ഉണ്ടായ ഒരു രോമാഞ്ചം അത്രയ്ക്കായിരുന്നു ഗൈസ്. അപ്പോൾ ചിലർ പറയും, ഓഹോ ഇങ്ങനെ സത്യവാ. ശരിക്കും സത്യമായിട്ട് എൻ്റെ അമ്മ സത്യം, അതാണ് സത്യം. എൻ്റെ അമ്മയെക്കൊണ്ട് കള്ളസത്യം എടുത്തില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി, ഞാൻ മേടിച്ചതാണ്. അല്ലാതെ ഇതൊരു പരസ്യത്തിനോ എൻ്റെ കണ്ടൻറ്റിന് വേണ്ടിയോ അല്ല. അതാണ് ഞാൻ അമ്മ സത്യം ഇട്ടത്.
ഇതാർക്കെങ്കിലും ഉപകാരമാണെന്ന് ആവട്ടെ എന്ന് ചെല്ലിയാണ് ഈ ബുക്ക്. അപ്പോൾ ഞാനിത് വായിക്കാൻ തുടങ്ങുകയാണ് ഗൈസ്. പിന്നെ എങ്ങനെങ്കിലും ലെനയുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ലെന ദേഷ്യപ്പെടല്ലേ, ഇത് ഇങ്ങനെ ബുക്കിൻ്റെ ചെയ്യാമോന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് ഒരു അൺബോക്സിങ് ഒരു ബുക്ക് വായിക്കുന്നു, അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പറയുന്നു, അതാണ് ഞാൻ ചെയ്തത്, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. സോറി. പിന്നെ പക്ഷേ ലെനയ്ക്ക് ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി ഇത്രയും അറിവുകൾ തന്നേന്. നമ്മുടെ ചിന്ത മാറും, എൻ്റെ ചിന്ത മാറും, അതാണ് ചിന്ത മാറും എന്ന് വെച്ചാൽ ചിന്തയെ മാറ്റാനല്ല ഇത് എഴുതിയിരിക്കുന്നത്. നമ്മൾ അതായത് നമ്മുടെ ചിന്ത, നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും വാങ്ങിക്കണം, ഇഷ്ടപ്പെട്ടവരൊക്കെ വായിക്കണം. പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബർ കുറവാണിപ്പം, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗായ്സ് പ്ലീസ്. ഇനി ഞാൻ മൈക്ക് മേടിക്കാം ഗായ്സ്, കാരണം ശബ്ദം അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ഇനി എനിക്കൊരു മൈക്ക് മേടിക്കണം. ശരി, അപ്പോൾ ഞാനിനി വേറൊരു കൊറിയറുമായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അനുഭവം പറയാനും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഗണപതിയൊക്കെയാണ് വരുന്നത്. ഗണപതിയുടെ ഞാനിത് എന്താ പറയുക, വിസർജൻ ഇവിടെ തന്നെ ലേക്കുണ്ട്, അതും ഇടുന്നതായിരിക്കും. ചിലപ്പോൾ ലൈവ് ആയിരിക്കും, ചിലപ്പോൾ വീഡിയോ ആയിരിക്കും. എല്ലാവരും കാണണം. ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അൺബോക്സിങ്ങുമായിട്ടും. എൻ്റെ പാചകത്തിൻ്റേതുണ്ട് അമ്മാസ് ചാനലിൽ, കണ്ണാസ് വേൾഡ് അമ്മാസ് ചാനലിൽ എൻ്റെ പാചകമുണ്ട്. എൻ്റെ ഷോർട്സ് എന്നും ഞാൻ ഇടുന്നുണ്ട്, എൻ്റെ അലക്സ നായ്ക്കുട്ടിയായിട്ടുള്ളത്. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും വിവരമില്ലായ്മ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. ഞാൻ എൻ്റെ രീതിയിൽ, സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് വലിയ ഫോർമാലിറ്റിയിലൊന്നും അറിയില്ല. സാധാരണ ഒരു വീട്ടിലെ സാധാരണക്കാരി. എൻ്റെ വിവരമനുസരിച്ച് ഞാൻ സംസാരിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഓവറായിട്ട് തോന്നിയെങ്കിലും ക്ഷമിക്കണം. ദാറ്റ്സ് മീ, ഞാനിതാണ്. താങ്ക് യു സോ മച്ച്. പനിയാണ് ഗൈസ്, പനിയായിരുന്നു ഒരാഴ്ച തൊട്ട്. അതിൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ട്, മരുന്ന് കഴിക്കുമ്പോൾ ഒരു വിറയൽ ഭയങ്കര. ഓക്കെ, താങ്ക് യു.